മാംഗല്യം. ഏറെ നേരം അവരിരുവരും ബാൽക്കണിയിൽ അതേ നിൽപ്പ് നിന്നു. ശേഷം ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ടാണ് അവരെ ഉണർത്തിയത്. ഫുഡ് വന്നു തോന്നുന്നു. ജഗൻ പറഞ്ഞതും ജാൻവി അവനിൽ നിന്ന് അടർന്നു മാറി. ജഗൻ പോയി ഫുഡ് വാങ്ങി വന്നു. അത് സെർവ് ചെയ്ത് വെച്ച ശേഷമായിരുന്നു ജാൻവിയെ വിളിച്ചത്. ആഹാരമൊക്കെ കഴിച്ച് അവരിരുവരും ജാൻവിയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ഒരു ബ്ലാക്ക് കളർ സൽവാർ സെറ്റായിരുന്നു ജാൻവിയുടെ വേഷം. സ്ലീവ്ലെസ് ആയിട്ടുള്ള സൽവാർ സെറ്റിൽ അതിസുന്ദരിയായിരുന്നു അവൾ. കഴുത്തിലെ നേർത്ത നൂല് പോലെയുള്ള മാലയും കാതിൽ വൈറ്റ് പേൾസ് വെച്ച വലിയൊരു ഹാങ്ങിങ്സും അവളുടെ ഭംഗി എടുത്തറിയിച്ചു. ചെക്കനൊരു നേവി ബ്ലൂ കളർ ഷർട്ടും ഗ്രേ കളർ പാൻസുമാണ് ധരിച്ചത്. അവരിരുവരും ഒരുങ്ങിയിറങ്ങി അപ്പാർട്ട്മെന്റ് പൂട്ടിക്കൊണ്ടിരുന്ന നേരത്താണ് ജഗന്റെ ഫോണിലേക്ക് ജയന്റെ കോൾ എത്തിയത്. ഹലോ ജഗൻ, നിങ്ങൾ ഇറങ്ങിയോ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്താ അങ്കിൾ? ഒന്നുമില്ല, വെറുതെ നിങ്ങൾ ഇറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഞങ്ങളൊരു 2 അവേഴ്സിനുള്ളിൽ എത്തും അങ്കിൾ. ഓക്കെ ജഗൻ. ആരാ വിളിച്ചേ? അച്ഛനാണോ? ജാൻവി ചോദിച്ചു. അതെ, നമ്മൾ ഇറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ജാൻവി ചോദിച്ചപ്പോൾ ജഗൻ മറുപടി നൽകി. ജഗനും ജാൻവിക്കും ഒരു വിരുന്നു കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ വിഭവങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മാനസി. കാര്യം ജാൻവിയോട് എത്ര കണ്ട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും തങ്ങളുടെ വീട്ടിലേക്ക് അവൾ വിരുന്നു വരുമ്പോൾ തങ്ങളുടെ സ്റ്റാറ്റസ് എടുത്തറിയിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം വിഭവങ്ങളൊക്കെയെന്ന് മാനസിക്ക് നിർബന്ധമുണ്ട്. ജഗന്റെ കാറിൽ ജാൻവിയുടെ വീട്ടിലേക്ക് അവർ യാത്ര തിരിച്ചു. കുറേ നാളുകൂടി വീട്ടുകാരെ കാണുന്നതിന്റെ സന്തോഷമോ എക്സൈറ്റ്മെന്റോ അങ്ങനെ ഒന്നും തന്നെ അവളുടെ മുഖത്ത് കാണാൻ ജഗന് സാധിച്ചില്ല. പകരം എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത മാത്രമായിരുന്നു അവനവളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. മടിയിൽ വെച്ചിരുന്ന ജാനിയുടെ കയ്യിലേക്ക് ജഗൻ പിടിച്ചു. എന്തു പറ്റിയിടോ? താൻ ഓക്കെയല്ലേ? അവൻ ആർദ്രമായി അവളോട് ചോദിച്ചു. ഓക്കെയാണ് ജഗൻ, പക്ഷെ എനിക്കെന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ്. എടോ, അതൊക്കെ തന്റെ തോന്നല. അവളൊന്ന് മൂളി വിട്ടു. തൻ്റെ അമ്മയെ തന്നെ കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ? ആ ഒരു തോന്നലിന്റെ പുറത്തുണ്ടാകുന്നതാണ് ഈ തോട്ടൊക്കെ. നെവർ മൈൻഡ്. അവൻ പറഞ്ഞതും അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ വീട്ടിലെന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവളുടെ മനസ്സിനെ പിടികൂടിയിരുന്നു. ദീർഘദൂരത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവരിരുവരും ജാൻവിയുടെ വീട്ടിലെത്തിയത്. വരുന്ന വഴി വീട്ടിലേക്ക് കുറച്ച് നട്ട്സും ചോക്ലേറ്റും ഒക്കെ അവർ വാങ്ങിയിരുന്നു. ജാൻവിയും ജഗനെയും പ്രതീക്ഷിച്ച് ജയൻ ഉമ്മറപ്പടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കാറ് പോർച്ചിലേക്ക് കയറി വന്നതും ജയൻ അതീവ സന്തോഷത്തോടെ അവർക്കടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. ജഗന് കൈകൊടുത്തുകൊണ്ട് അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒപ്പം ജാനിയെയും. അതേസമയം അവർ വരുന്നത് കണ്ടെങ്കിൽ തന്നെ മാനസി ലിവിംഗ് റൂമിൽ നിന്ന് അനങ്ങാതെ വായിച്ചുകൊണ്ടിരുന്ന ഏതോ മാഗസിനിലേക്ക് കണ്ണും നട്ടതേ ഇരിപ്പിരുന്നു. അങ്ങനെ അവർ അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും അത്ര തെളിച്ചമില്ലാത്ത ഒരു ചിരി നൽകി മാനസി അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇരിക്കെ ജലജെ, അവരോട് ഇരിക്കാൻ പറഞ്ഞ ശേഷം മാനസി ഉറക്ക വിളിച്ചതും ജലജ അവർ ഇരുവർക്കുമുള്ള ജ്യൂസുമായി അവിടേക്ക് വന്നു. വല്ലാത്തൊരു പുച്ഛഭാവം ജാൻവിയെ നോക്കിയ ജലജയിലുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാനേ പോയില്ല. അവര് കൊണ്ടൊന്ന് ജ്യൂസ് വാങ്ങി ഒരു സിപ്പ് എടുത്തുകൊണ്ട് അവൾ ടേബിളിലേക്ക് വെച്ചു. ജാൻവി പറഞ്ഞതുപോലെ തന്നെ ജഗനും ആ വീട്ടില് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി. അതെന്തുകൊണ്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ടും അവന് മനസ്സിലായില്ല. ജഗൻ, നമുക്ക് അച്ഛമ്മയൊന്ന് കണ്ടാലോ? ജാൻവി ജഗനോട് ചോദിച്ചു. മേഡം മരുന്ന് കഴിച്ചിട്ട് ഉറക്കത്തില്ല. അവരച്ഛമ്മയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നുവെന്ന് കണ്ടതും ജലജ പറഞ്ഞു. അവരെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവർ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിക്കാതെ ജാൻവി ജഗന്റെ കൈയും പിടിച്ച് അച്ഛമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ നേർത്ത മയക്കത്തിലായിരുന്നു അച്ഛമ്മ. ജാൻവി ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവരുടെ കയ്യിൽ മെല്ലെ തലോടി. എന്തോ ജാൻവിക്ക് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു ആ നിമിഷം. എന്തുമാത്രം ചോറ് വാരുത്തുന്ന കൈകളാണ് ഇപ്പൊ ഇങ്ങനെ അനക്കമില്ലാതെ ചുക്കിച്ചുളിഞ്ഞ്. അവരുടെ കൈവിരലുകളിലൂടെ അവൾ മെല്ലെ വിരലൊടിച്ചു. ശേഷം ആ കൈയിലേക്കൊന്നും മുത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളുടെ മനസ്സ് നിറയെ പഴയ കാല ഓർമ്മകളായിരുന്നു. സത്യം പറഞ്ഞാൽ ബാല്യകാലം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം ഓർമ്മ വരുന്ന മുഖങ്ങൾ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയാണ്. അവരില്ലാതെ ഒരു ഓർമ്മയില്ല അവൾക്ക്. ബാല്യകാലത്ത്
അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെ ആയിരുന്നല്ലോ അവൾ. അടുത്തൊരു ആളനക്കം അറിഞ്ഞതുകൊണ്ടാണോ? അച്ചമ്മ പതിയെ കണ്ണു തുറന്നു. ജാൻവിയെ കണ്ടതും മെല്ലെ ആ കണ്ണുകളും നനങ്ങി. ജാൻവിക്കരികിൽ നിന്ന് ജഗനെ അവൾ കൂടുതൽ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. അച്ചമ്മേ, ഇതാണെന്റെ ആള്, ജഗന്നാഥൻ, പോലീസാണ്. അവരുടെ കൃഷ്ണമണി ജഗന് നേർക്ക് ചലിച്ചു. അവനും അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അവരെ ഒന്ന് തൊടണമെന്നോ അനുഗ്രഹിക്കണമെന്നോ ഒക്കെ ആ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും അച്ചമ്മയ്ക്ക് ആ കൈയൊന്നും ഉയർത്താൻ പോലും കഴിയാതെ നിസ്സഹായതയോടെയായിരുന്നു അവരിരുവരെയും മാറി മാറി നോക്കി. കിടന്ന കിടപ്പാലെ തന്നെ അച്ചമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൺകോണിലൂടി ഒരു തുള്ളി ഊർന്നു പോയതും ജാൻവി പെട്ടെന്ന് കൈ എത്തിച്ച് തുടച്ചു മാറ്റി. മെല്ലെ അവരുടെ കവളിൽ കൈവച്ചു. അച്ചമ്മേ, എന്തിനാ സങ്കടപ്പെടുന്നത്? വിഷമിക്കൊന്നും വേണ്ടാട്ടോ, എനിക്ക് സന്തോഷാണ്. പിന്നെ ആകെയുള്ളൊരു വിഷമം അച്ചമ്മ ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് അച്ചമ്മയ്ക്കുണ്ടെന്ന്. ചിലപ്പോൾ ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും. ജാൻവി വളരെയധികം പ്രതീക്ഷയോടെയാണ് സംസാരിക്കുന്നത്. അവൾക്കും നന്നായി അറിയാവുന്നതാണ് അവളുടെ അച്ചമ്മയ്ക്ക് ഇനി ആ കിടപ്പിൽ നിന്നൊരു മോചനമില്ലെന്ന്. എങ്കിലും അവൾ താൻ പറയുന്നതെല്ലാം അവർക്ക് കേൾക്കാൻ കഴിയുമല്ലോ എന്ന ചിന്തയിൽ അവർക്ക് പ്രതീക്ഷ കൊടുക്കും പോലെ സംസാരിച്ചു. ഞങ്ങളിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് പോകും. ഇടയ്ക്കൊക്കെ വരാം അച്ചമ്മയെ കാണാൻ. അവരുടെ മനസ്സിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാകുമെന്ന് ഊഹിച്ചുകൊണ്ട് അതിന് തക്കതായ മറുപടികളാണ് ജാൻവി പറയുന്നതെല്ലാം. എന്റെ കോളേജിലെ പഠിത്തം തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് ഒരു 1.5 മാസത്തെ ക്ലാസ് കൂടി. അത് കഴിഞ്ഞാൽ പിന്നെ എക്സാമായി. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അച്ഛമ്മ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ജാൻവി കരുതലോടെ അവരോട് ഓരോരോ കാര്യങ്ങളായി പറഞ്ഞു. അവൾക്കൊരു പ്രൈവസി കൊടുക്കാനായി ജഗൻ പതിയെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വാതിൽ ചാരി. നല്ല ആളാണ് ജഗൻ, എന്നോട് ഒരുപാട് സ്നേഹമാണ്. പിന്നെ ഇപ്പോഴും മാറ്റമില്ലാത്തത് അമ്മയുടെ സ്വഭാവത്തിനാ. എന്തോ അച്ഛനിപ്പോ എന്നോട് വലിയ ഇഷ്ടമാണ്. മോളെ എന്നൊക്കെ വിളിക്കാറുണ്ട്, എന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. പക്ഷെ അമ്മ ഇപ്പോഴും പഴയ പടിയാ. എനിക്കതിലൊന്നും വിഷമമില്ലാട്ടോ. അച്ഛമ്മയുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് ജാൻവി സംസാരിക്കുന്നത് മുഴുവനും. പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛമ്മയോട്? ഇതുപോലെ എന്നെ പോലെ അച്ഛനും അമ്മയും ഒന്നും സ്നേഹിക്കാത്ത കുട്ടികളില്ലേ? പിന്നെ ആരോരും ഇല്ലാത്ത മക്കൾ. അവർക്കൊക്കെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കണമെന്നാ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാം നടക്കും. അച്ഛമ്മേനെ അനുഗ്രഹിക്കണം. ജാൻവി പറയുന്നത് കേൾക്കെ അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. ജാൻവി അത് തുടച്ചു മാറ്റി. അവരോട് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ജാൻവി അറിയാതെ അവളുടെ മിഴികളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയിൽ നിന്ന ഹോംനെസ്സിന് അവളോട് വല്ലാത്ത അലിവ് തോന്നി. ഞാൻ പോകും മുമ്പ് വരാം കേട്ടോ. അച്ഛമ്മയെ സമാധാനമായിട്ട് കിടക്കണേ. മരുന്നൊക്കെ സമയത്ത് കഴിക്കണം, ആഹാരം കഴിക്കണം. ഒന്നും ഓർത്ത് മനസ്സ് വിഷമിക്കരുത്. എത്രയും പെട്ടെന്ന് അച്ഛമ്മയ്ക്ക് കിടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റും. എന്നിട്ട് വേണം കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് നിൽക്കാൻ. ജാൻവി കരുതലോടെ പറഞ്ഞതും അവരുടെ ചുണ്ടില് ഒരു ചിരി മിന്നി മാഞ്ഞതുപോലെ തോന്നി അവൾക്ക്. അച്ഛമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ജാൻവി പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ലിവിംഗ് റൂമിൽ ജഗനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജയനെയായിരുന്നു. ജാൻവി അവിടേക്ക് വന്നതും ജയൻ പതിയെ എഴുന്നേറ്റു. നിങ്ങൾ രണ്ടാളും സംസാരിച്ചിരിക്കെ, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയി. ജഗൻ വാ, നമുക്കിനി എന്റെ റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ജാൻവി ജഗന്റെ കയ്യും പിടിച്ച് മുകളിലേക്ക് നടന്നു. വിശാലമായ ഒരു വലിയ വീടാണിത്. മാനസയുടെയും ജഗന്റെയും സമ്പത്തിന്റെ കണക്കുകൾ മുഴുവൻ വിളിച്ചോതുന്ന തരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഭവനം. വലിയ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സിടുങ്ങിയതാണെങ്കിൽ പറഞ്ഞിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ? ജഗൻ മനസ്സുകൊണ്ട് ഓർത്തു. ജാൻവി അവനെയും കൂട്ടി നടന്നു കയറിയത് അവളുടെ മുറിയിലേക്കാണ്. ജാൻവി മുറി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും എല്ലാം തൂത്തു തുടച്ച് പൊടി തട്ടി വൃത്തിയാക്കി ഇടാറുണ്ടായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. കാര്യം എങ്ങനെയാണോ അവൾ ആ മുറി വെച്ചിരുന്നത് അതുപോലെ തന്നെയുണ്ട് അതിപ്പോഴും. ജാൻവി മുറിയിലേക്ക് കയറിക്കൊണ്ട് ജനലുകൾ തുറന്നിട്ടു. പിന്നെ ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് വാതിലും തുറന്നു. ദാ ഇതായിരുന്നു എന്റെ പ്ലേസ്. ബാൽക്കണിയിലെ ബീൻ ബാഗിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ ജഗനെ നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ചില രാത്രികളിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ജാൻവി അത് പറഞ്ഞതും ജഗൻ അല്പം കൗതുകത്തോടെ അവളെ നോക്കി. സത്യം ജഗൻ, സത്യം പറഞ്ഞാൽ എൻ്റെ വേൾഡായിരുന്നു ഈ റൂം. ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ സ്ഥലത്താണ്. ഇവിടെ ഇരുന്ന് ആകാശം നോക്കുന്നതായിരുന്നു.
ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ കാഴ്ചയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ബാൽക്കണിയിൽ നിന്ന് കായലിന്റെ വ്യൂ കണ്ടപ്പോൾ അതങ്ങ് മാറിപ്പോയി കേട്ടോ. ജാൻവി വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ജഗൻ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം ഇന്നായിരിക്കും അവൾ ഇത്രയും ഓപ്പണായിട്ട് ജഗനോട് സംസാരിച്ചത്. അവൻ ഓർത്തുകൊണ്ട് ബാൽക്കണിയിലിട്ട മറ്റൊരു ബീൻ ബാഗിലേക്കിരുന്നു. ജഗൻ, യു നോ വൺ തിങ്. ആക്ച്വലി അമ്മയ്ക്ക് എന്നെ ചെറിയ ഡൗട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഞാനും അബിയും തമ്മിൽ ഏതോ റിലേഷനാണെന്നൊക്കെ. ആ സമയത്ത് അമ്മ എന്നെ റൂമിൽ പൂട്ടിയിട്ടു. എത്ര ദിവസമാണെന്നറിയോ? ഏകദേശം 3-4 ദിവസം. ഫുഡ് മാത്രം കൊണ്ടുതരും. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സമയത്തൊക്കെ മിതുവോ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോഴായിരുന്നു അബിയുടെ ആക്സിഡന്റ്. ജാനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗൻ ഇടയ്ക്ക് കയറി സംസാരിച്ചു. അതേപ്പറ്റി ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു. അബിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒരു ആക്സിഡന്റ് തന്നെയായിരുന്നോ? ജഗന്റെ മുഖം ചോദ്യഭാവത്തിൽ ജാനിക്ക് നേർക്ക് വന്നു. ഒരിക്കലുമില്ല. ഐ തിങ്ക് അമ്മയാണ് അതിന് പിന്നിൽ. അമ്മയുടെ ആളുകളെ വിട്ട് എന്തോ ചെയ്യിപ്പിച്ചതാ. അബിയും ഞാനും തമ്മിൽ റിലേഷനാണെന്ന് കരുതി. ഭാഗ്യത്തിന് അവനൊന്നും സംഭവിച്ചില്ല. ജാൻവി ആ ദിവസത്തിന്റെ ഓർമ്മയിൽ പറഞ്ഞു. ആ നടുക്കം ഇപ്പോഴും അവളുടെ മുഖത്ത് അവന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയത്. അന്നാണ് ആ ആക്സിഡന്റ് ഉണ്ടായത്. ഓർക്കുന്നില്ലേ അതൊക്കെ? നമ്മൾ തമ്മിലെ രണ്ടാമത്തെ കൂടിക്കാഴ്ച. ജാനി അത് പറഞ്ഞതും ജഗന്റെ മനസ്സിലൂടെയും ആ രംഗങ്ങൾ മിന്നിമാഞ്ഞു പോയി. എന്തായാലും വേണ്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ഒടുവിൽ എനിക്ക് തന്നെ കിട്ടിയല്ലോ. ജഗനൊരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും ജാൻവി അവനെ നോക്കി. എങ്ങനെ എങ്ങനെ എങ്ങനെ? ജാൻവി അത് പറഞ്ഞതും എന്നെ അരച്ച് കലക്കി തന്നാൽ കുടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു ജഗൻ. അതറിയാമോ? അത്രയ്ക്ക് ദേഷ്യായിരുന്നു എന്നോട്. ജാൻവി അവനോട് പരിഭവം പോലെ പറഞ്ഞു. അതുകൊള്ളാം. താനൊട്ടും മോശമൊന്നുമല്ല. താനാണെങ്കിൽ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോഴേ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് തോന്നുമല്ലേ ജഗൻ? ലൈക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരുമിക്കാൻ ചാൻസ് ഇല്ലാത്ത രണ്ടുപേർ. അവരുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നു. പിന്നീട് അവർ വിവാഹം കഴിക്കുന്നു. ഓ ഗോഡ്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്കിപ്പോൾ പരസ്പരം നമ്മൾ ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ടു പേരുടെ ലൈഫിലായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നതെങ്കിൽ? ജാൻവി ആധികാരികമായി ചിന്തിച്ചുകൊണ്ട് ജഗനോട് ചോദിച്ചു. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിവോഴ്സ്. ജഗനത് പറഞ്ഞതും ജാൻവി വിശ്വാസം വരാത്ത പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? പിന്നല്ലാതെ. രണ്ടു വ്യക്തികൾക്ക് പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ സെപ്പറേറ്റ്. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ. അതല്ലാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് കരുതും എന്നൊക്കെ കരുതി ജീവിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ലൈഫ് ഒരുപോലെ സ്പോയിലായി പോവുകയുള്ളൂ. അതുകൊണ്ട് ബെറ്റർ ഡിസിഷൻ ഡിവോഴ്സ് തന്നെയാണ്. ജഗനത് പറഞ്ഞതും ജാൻവി ആലോചനയോടെ ഇരുന്നു. എന്താണ് കാര്യമായിട്ടൊരു ആലോചന? എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? ജഗൻ എടുത്തടിച്ചതുപോലെ ശബ്ദത്തിൽ കുറുമ്പ് നിറച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ ഈ ജാൻവിയെ ഞാൻ ഇങ്ങോട്ടും വിടില്ല. അതും പറഞ്ഞുകൊണ്ട് ബീൻ ബാഗ് അവൾക്കടുത്തേക്ക് നീക്കിയിട്ടിരുന്ന് അവനവളെ ഒരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. ജാൻവി വെറുതെ ജഗന്റെ തോളിലേക്ക് തലചേർത്ത് വെച്ച് ആകാശം നോക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരിക്കലും ചിന്തിച്ചതുപോലും ഇല്ലാട്ടോ, ഈ ബാൽക്കണിയിൽ എനിക്കൊപ്പം ഇങ്ങനെ ഒരാൾ ഉണ്ടാകുമെന്ന്. ആക്ച്വലി എന്റെ സ്വപ്നത്തെ പോലും കല്യാണം എന്നൊരു മൊമെന്റേ ഇല്ലായിരുന്നു. ജാൻവി പഴയ ഓർമ്മകളിലിരുന്ന് വീണ്ടും പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇതിനു മുമ്പും തന്റെ വായിൽ നിന്ന് വീണ് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നത് ചോദിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. എന്തോ എനിക്ക് താല്പര്യം തോന്നിയില്ല. എൻ്റെ പേരൻസിനെ നോക്കുവാണെങ്കിൽ അവർ ഭയങ്കര ലവിങ് ആണ്. പരസ്പരം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്നേഹമുണ്ട്. അവരൊരുമിച്ചാണ് എപ്പോഴും. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അവർക്കിടയിലേക്ക് ഞാൻ വന്നതിന് ശേഷമായിരിക്കും അവരുടെ ലൈഫിൽ അവരുടെ സന്തോഷങ്ങൾ കുറഞ്ഞു തുടങ്ങിയതെന്ന്. മേ ബി അതിൻ്റെ ദേഷ്യമാകും അമ്മ എന്നോട് കാണിക്കുന്നതും. എന്തോ വിവാഹം എന്നൊരു പോയിന്റിലേക്ക് എത്താതിരിക്കാനായി എന്തൊക്കെയോ കാര്യങ്ങൾ എന്നെ അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചു. കുറിച്ചാലോചിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു, ഒറ്റയ്ക്കൊരു ലൈഫ്, അത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ?
ആരോടും അഭിപ്രായം ചോദിക്കാതെ, ആരോടും അനുവാദം വാങ്ങിക്കാതെ, ആരെയും ബോധിപ്പിക്കാതെ സ്വസ്ഥമായിട്ടൊരു ജീവിതം. ജാൻവി ആലോചനയോടെ പറഞ്ഞപ്പോൾ ജഗൻ അവളെ നോക്കി. ജാൻവിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ വിവാഹം കഴിച്ചത് ഒരു റോങ് ഡിസിഷനായി എന്ന്? തുടരും. പറ്റുമെങ്കിൽ അടുത്ത പാർട്ട് ഇന്ന് രാത്രി തരാമേ.